ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഫ്താറിനും മറ്റേതൊരു ഗ്യാതറിങ്സിനും നമ്മുടെ ഗസ്റ്റുകളെയൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ട് ഐറ്റമായിട്ടാണ് അറേബ്യൻ ബ്രെഡ് പുഡിംഗ്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റുമാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. അതിനാദ്യം ഒരു പാനിൽ 3 സ്പൂൺ പഞ്ചസാര ഇട്ട് അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, ബദാമും കശുവണ്ടിയൊക്കെ കൂടി ഇട്ട് അതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. കോട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു എണ്ണയോ ബട്ടറോ എന്തെങ്കിലും പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് കപ്പലണ്ടി മിഠായിയൊക്കെ വെക്കുന്നത് പോലെ വെച്ചിട്ട് അതിനെ ഒന്ന് തണുക്കാനായി വെക്കാം. ഇനി അതേ പാനിലേക്ക് നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ബോളിനകത്തേക്ക് കുറച്ച് പാലെടുത്ത് അതിലേക്ക് ഒരു 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇനി തിളയ്ക്കാൻ വെച്ച പാലിലേക്ക് ഞാൻ 2 വലിയ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ചേർക്കണം. പാല് നന്നായി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് കുറേശ്ശെയായിട്ട് നമ്മുടെ ഈ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കണം. നന്നായി ഇളക്കിക്കൊണ്ട് വേണം അത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി അതിങ്ങനെ കുറുകി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ കസ്റ്റാർഡ് റെഡിയായി. ഇനി അടുത്തായിട്ട് നമുക്കൊരു ഫ്രഷ് ക്രീമിൻ്റെ മിക്സാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഒരു വലിയ സ്പൂൺ മിൽക്ക് മെയ്ഡ് നമുക്ക് ഒഴിക്കാം. ഒരു 1/4 ടീസ്പൂൺ വനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ലെയറിങ്ങിന് ആവശ്യമുള്ള 2 കാര്യവും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡ് സ്ലൈസസ് എടുത്ത് അതിൻ്റെ വശങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ സാധാരണ ബ്രെഡ് ഇങ്ങനെ തന്നെ ആണ് ലെയർ ചെയ്യാൻ എടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് പാനിൽ ഒരിത്തിരി ബട്ടർ ഇട്ട് 2 വശം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. മുരിക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ അതിന് പുഡിങ്ങിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് മുമ്പേ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാനിങ്ങനെ നൈഫ് വെച്ച് അതിനെ ഇളക്കിയെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. ജസ്റ്റ് ഒന്ന് കറക്കുമ്പോൾ ക്രഷായി കിട്ടും. ഇത് തീർത്തും ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. സാധാരണ വെറുതെ കട്ട് ചെയ്തിടുകയാണ് പതിവുള്ളത്. പക്ഷേ ഈ കാരമലൈസ്ഡ് നട്ട്സ് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന വളരെ ടേസ്റ്റിയാണ്, ഐസ്ക്രീമിലൊക്കെ ഉള്ളതുപോലെ. അപ്പോൾ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ബൗൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു റൗണ്ട് ഷേപ്പിലുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഷേപ്പിലാണ് ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ബ്രെഡിനെ ഇതുപോലെ ലെയർ ചെയ്തെടുക്കാം. ബ്രെഡ് ഇങ്ങനെ ലെയർ ചെയ്തതിന് ശേഷം അതിന് മുകളിൽ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി നേരത്തെ വെച്ചിരിക്കുന്ന ക്രീമിൻ്റെ ലെയറിങ് കൊടുക്കാം. അതെല്ലാ വശത്തും ഇങ്ങനെ നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സുകൾ ഇട്ട് കൊടുക്കാം. പിന്നെ വെറുതെ നല്ല കാരമലൈസ് ചെയ്യാത്ത നട്ട്സും ചെറുതായി അരിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ഇടാം. അതിനുശേഷം വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ബ്രെഡ് വെച്ച് കസ്റ്റാർഡ് ഒഴിച്ച് വീണ്ടും ക്രീം മിക്സ് ഒഴിച്ച് ഇതുപോലെ നട്ട്സുകൾ ഇട്ട് കൊടുത്ത് അങ്ങനെ ഞാൻ 3 ലെയർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നട്ട്സ് കൂടാതെ തന്നെ കുറച്ച് റോസ് പെറ്റൽസും സാഫ്രണും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സാഫ്രൺ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. നല്ല റസ്മലായിയുടെയും ഷാഹി ടുക്ഡയുടെയും ഒക്കെ ഒരു നല്ല ടേസ്റ്റ് കിട്ടും, മണവും ഉണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ അടച്ച് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ സെർവ് ചെയ്യാൻ റെഡിയായി. ഇനി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാലും മതി. ഇതിപ്പോൾ എൻ്റെ പുഡിങ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ, കഴിക്കാൻ അത്ര തന്നെ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഗസ്റ്റൊക്കെ ഇമ്പ്രസ്ഡ് ആവും. ഇത് കഴിക്കാൻ സമയമാകുമ്പോൾ ഇതിങ്ങനെ ചെറിയ ചെറിയ പോർഷൻസായി കട്ട് ചെയ്തെടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, നല്ല ടേസ്റ്റ് ആയിരിക്കും.